ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EPL പ്രൊമോഷനെ കുറിച്ചും റെലിഗേഷനെ കുറിച്ചാണ്. ഇപ്പോൾ 3 ടീമുകൾ എല്ലാ സീസണിലും റെലിഗേറ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാറുണ്ട്. ഷെഫീൽഡ് യുണൈറ്റഡ്, ബേൺലി, ലൂട്ടൺ ടൗൺ ഈ ടീമുകൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വളരെ പ്രതീക്ഷയോടെ വന്നൊരു ടീമാണ് ലൂട്ടൺ ടൗൺ. വലിയൊരു ഫൈനാൻഷ്യൽ ബാക്കിംഗ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കമ്മ്യൂണിറ്റി സ്റ്റേഡിയവും ഫാൻസിന്റെ സപ്പോർട്ടൊക്കെ നമ്മളൊക്കെ കാണാൻ കൊതിച്ചിരുന്ന കുറെ മത്സരങ്ങൾ ലൂട്ടൺ ടൗൺ ഡെലിവർ ചെയ്തു. പക്ഷേ പ്രീമിയർ ലീഗിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം, പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം, കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോച്ചിങ് സ്റ്റാഫും കോച്ചും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയ്ക്കും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ബേൺലിയുടെ കാര്യം നമുക്കറിയാം. അവർ ഷോൺ ഡൈഷ് പോയതിനു ശേഷം വിൻസെന്റ് കമ്പനിയെ കൊണ്ടുവന്നു. കമ്പനി നല്ല രീതിയിൽ തന്നെ ടീമിനെ കളിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അവരുടെ സ്ട്രാറ്റജിക്കൽ അപ്രോച്ചും അവരുടെ മുന്നേറ്റവും ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ പ്രീമിയർ ലീഗിൽ പിടിച്ചേക്കാൻ പറ്റിയില്ല. ബേൺലി റെലിഗേറ്റ് ആയി ചാമ്പ്യൻഷിപ്പിലേക്ക് പോയി. പക്ഷെ വിൻസെന്റ് കമ്പനിക്ക് ലോട്ടറി തന്നെയായിരുന്നു. പുള്ളി ബയേണിലേക്ക് കോച്ചായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഷെഫീൽഡിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു സീസണിൽ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് ഷെഫീൽഡിന്റെ സൈഡിൽ നിന്നായിരുന്നു. 3 മത്സരങ്ങൾ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. 7 സമനില ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രീമിയർ ലീഗിനെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ മറ്റു സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിരുന്നു ലെസ്റ്റർ സിറ്റി റെലിഗേറ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിലേക്ക് പോയത്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റെലിഗേഷൻ ആയിരുന്നു. കാരണം അവർ കപ്പടിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പല മോശം പെർഫോമൻസുകളും നമ്മൾ കണ്ടിരുന്നു. അവരുടെ ലാസ്റ്റ് സീസൺ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് ലെസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്ന് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. അവർ പുതിയ മാനേജറെ അപ്പോയിന്റ് ചെയ്തു. ഇപ്പോഴത്തെ പുതിയ ചെൽസി മാനേജർ ആയിട്ടുള്ള എൻസോ മരസ്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തു. 53 മത്സരങ്ങളിൽ നിന്ന് 67% വിൻ റേറ്റോടെ ശക്തമായിട്ട് ലെസ്റ്റർ സിറ്റി ചാമ്പ്യൻഷിപ്പ് അടിച്ചു. അവര് പ്രൊമോട്ട് ചെയ്ത് ചാമ്പ്യന്മാരായിട്ട് പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്തിയാണ്. നമുക്കറിയാം അവരുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഫെസിലിറ്റീസും ബാക്കിങ്ങും ഫിനാൻഷ്യൽ സ്ട്രക്ചറും ഒക്കെ ഒരു പരിധി വരെ തിരിച്ചു വരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആദ്യ സീസണിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കലി സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻ പല ടീമുകൾക്കും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടീമായിട്ടുള്ള ഇപ്സ്വിച്ച് ടൗണിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ പ്രൊമോഷൻ കിട്ടിയ ഇപ്സ്വിച്ച് ടൗണിനെ കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ലൂട്ടൺ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്സ്വിച്ചിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള കിരൺ മെക്കാന ആണ് അവരുടെ ഹെഡ് കോച്ച്. പുള്ളി ബ്രൈറ്റണിലേക്ക് പോകുന്നു, ചെൽസിയിലേക്ക് പോകുന്നു എന്നുള്ള റൂമേഴ്സ് ഒക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുള്ളി ഇപ്സ്വിച്ചുമായിട്ട് ഒരു ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ലോയൽറ്റി പുള്ളിയെ ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാക്ക്ഫയർ ചെയ്യുമോ എന്നത് അടുത്ത സീസണിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്സ്വിച്ചിന്റെ ചാമ്പ്യൻഷിപ്പിലെ പെർഫോമൻസ് 2 സീസൺ കൊണ്ട് 2 പ്രൊമോഷൻ നേടിയാണ് അവർ പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പെർഫോമൻസ് EPL റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. അവസാനത്തെ സ്പോട്ടിന് വേണ്ടി 2 ടീമുകളാണ് മത്സരിച്ചത്. സൗത്താംപ്ടണും ലീഡ്സും. പലപ്പോഴും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ലീഡ്സ് കഴിഞ്ഞ മത്സരത്തിൽ 1-0 സൗത്താംപ്ടനെതിരെ പരാജയപ്പെട്ടത്. സൗത്താംപ്ടൺ നമുക്കറിയാം വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന ഒരു ടീം തന്നെയാണ്. അവരും 3ാമത്തെ സ്പോട്ട് വിജയത്തോടെ ശക്തമായിട്ട് EPL തിരിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ബ്രൈറ്റണും വോൾസും ഒക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തഡോളജി അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ എല്ലാവരും പ്രീമിയർ ലീഗിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബ്രൈറ്റൺ യങ് പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്നു, ട്രെയിൻ ചെയ്യുന്നു, സ്റ്റാറ്റിസ്റ്റിക്കലി അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിൽക്കുന്നു, ആ പൈസ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. വോൾസിന്റെ കാര്യത്തിലും അവരിടയ്ക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സീസണൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരുപാട് സ്പാനിഷ് പ്ലേയേഴ്സിനൊക്കെ ടീമിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേകതര ശൈലിയിൽ അവർ കളിക്കുന്നതും നമ്മൾ കണ്ടായിരുന്നു. ബ്രെൻഫോർഡിന്റെ കാര്യവും മറ്റൊന്നല്ല. അവര് കഴിഞ്ഞ സീസണിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് തോമസ് ഫ്രാങ്കിന്റെ കീഴിൽ മുമ്പോട്ട് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് കമന്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.